യെസ്. ഐസൺ ജോസ് കൂടി തുടരുകയാണ്. ഐസൺ, ഈ ബി.ജെ.പിയുടെ സംസ്ഥാന നേതാക്കൾ നയനാർ രാജേന്ദ്രൻ, അതോടൊപ്പം തന്നെ തമിഴിസൈ സൗന്ദരരാജൻ, ഈ പ്രമുഖ നേതാക്കളെല്ലാം ഇപ്പോൾ ആവശ്യപ്പെടുന്നത് ഒരു സമഗ്രമായ അന്വേഷണം, ഒന്നുകിൽ കേന്ദ്ര ഏജൻസി അതല്ലെങ്കിൽ സുപ്രീം കോടതിയിൽ നിന്നും വിരമിച്ച ജഡ്ജിയുടെയോ മറ്റോ അധ്യക്ഷതയിലുള്ളൊരു സമഗ്ര അന്വേഷണം വേണം. സംസ്ഥാന പോലീസോ അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയോഗിക്കുന്ന ഒരു കമ്മീഷനോ കൃത്യമായ കണ്ടെത്തലുകൾ, എന്താണ് ഈ ദുരന്തത്തിൻ്റെ യഥാർത്ഥ കാരണമെന്നത് സംബന്ധിച്ച് കണ്ടെത്താൻ കഴിയുകയില്ല എന്ന വിമർശനം ഇതിനകം തന്നെ ബി.ജെ.പി ഉന്നയിച്ചു കഴിഞ്ഞിരിക്കുന്നു. തീർച്ചയായും ഗൗതം, നിലവിലെ സാഹചര്യങ്ങൾ വളരെ കൃത്യമായ ചില നീക്കങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നിലവിലെ സാഹചര്യങ്ങളിൽ BJP നിലപാടെടുത്തിരിക്കുന്നത് ഒരു സുപ്രീം കോടതി ഈ വിഷയം അടിയന്തരമായി കേൾക്കണമെന്നൊരു നിലപാടാണ്. ഒരുപക്ഷേ നാളെ സുപ്രീം കോടതിയിൽ ഇത് മെൻഷൻ ചെയ്യാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. കർശനമായ നീക്കങ്ങൾ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാകേണ്ടതുണ്ട് എന്നൊരാവശ്യമാണ് ഇപ്പോൾ നയനാർ നാഗേന്ദ്രൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. തീർച്ചയായും അത് വലിയൊരു വിഷയമായി തന്നെയാണ്. കാരണം ഭാരതത്തെ മുഴുവൻ ബാധിക്കുന്ന കൃത്യമായൊരു നിലപാട് സുപ്രീം കോടതിക്ക് കാര്യത്തിൽ സ്വീകരിക്കാൻ സാധിക്കും. തീർച്ചയായും ഈ മോബ് മാനേജ്മെൻറ്റുമായുള്ള വിഷയങ്ങൾ, അത്തരത്തിലുള്ള അപകടം നിറഞ്ഞ സാഹചര്യങ്ങൾ, അതിലേക്ക് നയിക്കുന്ന നിരുത്തരവാദപരമായ നിലപാടുകൾ, ഇതെല്ലാം തന്നെ പരിഗണിക്കപ്പെടേണ്ടതുണ്ട്. അത് സംബന്ധിച്ചുള്ള വിശദമായ വാദം കേൾക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ഈ വിഷയത്തിലെ ഒരു ഇടപെടൽ, അത്തരത്തിലുള്ളൊരു ഇടപെടൽ, അതായത് നിയമപരമായ ഒരു ഇടപെടൽ സ്വാഭാവികമായും ഉണ്ടാകാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല എന്നാണ് മനസ്സിലാക്കാനും സാധിക്കുന്നത്. എന്നാൽ ഇത് സംബന്ധിച്ചുള്ളൊരു വിശദാംശങ്ങളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നാണ് ഇപ്പോൾ നിലവിലെ സൂചനകളിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നത്. തീർച്ചയായും നമുക്കറിയാവുന്നതാണ്, വലിയ തോതിലുള്ള ഒരു ആഘാതം തന്നെയാണ് ഇത് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാക്കിയിരിക്കുന്നത്. 39 പേരുടെ മരണം സംഭവിച്ചിരിക്കുന്നു എന്നാണ് ഔദ്യോഗികമായ കണക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അവർക്കുള്ള ധനസഹായമൊക്കെ പ്രഖ്യാപിച്ചു എങ്കിൽ കൂടി ഇത് ഒരു പരിധി വെച്ചിട്ടുള്ള ഒരു ആഘാതം അതീവ ഗുരുതരമായ ഒരു ആഘാതമാണ്. ഇന്നലെ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ജുഡീഷ്യൽ അന്വേഷണത്തിൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പുറത്തു വരികയും വൈകാതെ പുറത്തു വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഇക്കാര്യം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ വീഴ്ച കൃത്യമായി പരിശോധിക്കപ്പെടേണ്ടതുണ്ടോ എന്ന ഒരു ചോദ്യമുണ്ടെങ്കിൽ മാത്രമാണ് അത് നീതിപൂർവമായ ഒരു അന്വേഷണമാവുക. അല്ലെങ്കിൽ തീർച്ചയായും സർക്കാരിനെ വെള്ളപൂശാനുള്ള ഒരു റിപ്പോർട്ട് ജുഡീഷ്യൽ കമ്മീഷനിൽ നിന്നും വാങ്ങുന്നതിന് വേണ്ടിയുള്ള തന്ത്രപരമായ നീക്കം സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണെങ്കിൽ പോലീസിന് വീഴ്ച വന്നിട്ടില്ല എന്നൊക്കെ പറയാനുള്ള ഒരു രീതി, പോലീസിൻ്റെ വീഴ്ച സംബന്ധിച്ചുള്ള നിരീക്ഷണം നടത്തുന്നതിനുള്ള സാധ്യത ഒഴിവാക്കിക്കൊണ്ടുള്ള ടേംസ് ഓഫ് റെഫറൻസ് തയ്യാറാക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ ഒരു ഗുരുതരമായ വീഴ്ച തന്നെയായി മാറും. ആ ഒരു പശ്ചാത്തലത്തിലാണ് സുപ്രീം കോടതിയുടെ ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഉണ്ടാകണമെന്ന കർശനമായൊരു നിലപാട് തമിഴ്നാട് BJP ഘടകത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയും ചെയ്യുന്നത്. തീർച്ചയായും അത്തരത്തിലുള്ളൊരു നീക്കത്തിലേക്ക് BJP നീങ്ങാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. അതുപോലെ തന്നെ നേരത്തെ AIADMKയുടെ നേതാവ് എടപ്പാടി പളനിസ്വാമി പറഞ്ഞതും ഇതേ പ്രശ്നം തന്നെയാണ്. അതായത് ഈ പൊതുജനങ്ങളെ, അതായത് വലിയ രീതിയിലുള്ള രാഷ്ട്രീയ പരിപാടികൾ നടത്തുമ്പോൾ അതിന് അനുമതി നൽകാതിരിക്കുന്ന ഒരു നീക്കം സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരത്തിൽ നീക്കം ഉണ്ടാകുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അതിൻ്റെ പേരിൽ പല പ്രശ്നങ്ങളും സങ്കീർണതകളും സൃഷ്ടിച്ച് പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു പ്രവർത്തനത്തെ തടയുകയും ചെയ്യുക എന്ന രാഷ്ട്രീയ ഗൂഢലക്ഷ്യമാണ് എന്നൊരു ആരോപണമാണ് വരുന്നത്. അത്തരത്തിലൊരു പ്രശ്നം തമിഴ്നാട്ടിലെ തന്നെ പ്രതിപക്ഷ കക്ഷികളും അതുപോലെ തന്നെ BJPയും ഉന്നയിക്കുന്നൊരു സാഹചര്യമുണ്ട്. അതേസമയം വിജയുടെ നേരെ DMK ഉന്നയിക്കുന്ന ഒരു പ്രശ്നം ഇത്തരത്തിൽ നിരുത്തരവാദപരമായ നിലപാട് സ്വീകരിച്ചതിന് വിജയെ അറസ്റ്റ് ചെയ്യണമെന്നുമാണ്. അതായത് ഇപ്പോൾ വളരെ കൃത്യമായ ഒരു ചർച്ച അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നിലപാടുകളുടെ ഒരു രൂപം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. തങ്ങളെ രക്ഷിക്കുക, തങ്ങളെ സുരക്ഷിതരാക്കുക, അതേസമയം മറ്റുള്ളവരുടെ തലയിൽ ഇതിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ വയ്ക്കുക എന്നൊരു നീക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. പോലീസ് വീഴ്ചകൾ സംബന്ധിച്ച് ഒരു നിരുത്തരവാദപരമായ അനാസ്ഥാപരമായ ഒരു നിശബ്ദത സ്റ്റാലിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അത്തരത്തിലൊരു വീഴ്ച ആ ഭാഗത്തു നിന്നുണ്ടാകുന്നു. സ്വാഭാവികമായും എടപ്പാടി പളനിസ്വാമി ഉൾപ്പെടെയുള്ള നേതാക്കൾ അടിയന്തരമായി ഈ വിഷയത്തിൽ കാര്യമായ ഇടപെടൽ വേണമെന്ന് ആവശ്യപ്പെടുന്നു. അതുപോലെ തന്നെ BJP സുപ്രീം കോടതിയുടെ ഇടപെടൽ വേണമെന്നൊരാവശ്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. ഇത് തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ ചർച്ചയിലേക്ക്, പലതരത്തിലുള്ള രാഷ്ട്രീയ അനീതികൾ സ്റ്റാലിൻ നടത്തുന്നുണ്ട്. ആ നടത്തുന്ന അനീതികൾക്കെതിരായൊരു നീക്കം, അതുപോലെ തന്നെ നിരുത്തരവാദപരമായ രാഷ്ട്രീയ പ്രവർത്തനം, അതായത് ഈ തമിഴ് സിനിമാ നടന്മാരൊക്കെ നടത്തുന്ന നിരുത്തരവാദപരമായ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ വലിയ വിഷയങ്ങളായിട്ടുണ്ട് കാലങ്ങളായി. ആ വിഷയം ഇതെല്ലാം തന്നെ ഒരു നീതിപീഠത്തിൻ്റെ നിരീക്ഷണത്തിന് മുന്നിൽ വരാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. ഒരു പക്ഷേ കൃത്യമായ മാർഗ്ഗനിർദ്ദേശങ്ങൾ കോടതികൾ നൽകാനും അത് ആ മാർഗ്ഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് അതിനനുസരിച്ച് പ്രവർത്തനങ്ങൾ നടത്താനുമുള്ള സാധ്യതയിലേക്ക് തന്നെയാണ് ഇപ്പോൾ കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ രാഷ്ട്രീയ നൈതിക ചർച്ചകളിലേക്ക് ഇത് എത്തിപ്പെടും. ഇതുപോലുള്ള ദുരന്തങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഉത്തരവാദിത്തപരമായ നിലപാടുകളുടെ വിഷയത്തിലെ തീരുമാനങ്ങളും മാർഗ്ഗനിർദ്ദേശങ്ങളിലേക്കും ചർച്ചകളിലേക്ക് ചെന്നെത്തുന്നു എന്നതാണ് യാഥാർത്ഥ്യം. ഒരു പക്ഷേ വിജയുടെ രാഷ്ട്രീയ ഭാവിയെ സംബന്ധിച്ചുള്ള ചില വെല്ലുവിളികൾ പോലും ഉയർത്തിയേക്കാവുന്നൊരു സാഹചര്യമാണുള്ളത് എന്നതും ഒരു യാഥാർത്ഥ്യമാണ്.
ഐസൺ, ഇവിടെ രാവിലെ ഈ ദുരന്ത സ്ഥലം സന്ദർശിക്കുന്ന ഘട്ടത്തിൽ AIADMKയുടെ ജനറൽ സെക്രട്ടറിയും തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിയുമൊക്കെയായ എടപ്പാടി പളനിസ്വാമി ആരോപിക്കുന്ന മറ്റൊരു വളരെ ഗുരുതരമായിട്ടുള്ളൊരു ആരോപണമുണ്ട്. അതായത് തമിഴ്നാട്ടിൽ ഏത് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളുടെ സമ്മേളനങ്ങൾ നടന്നു കഴിഞ്ഞാലും അതിൽ കാര്യമായ പോലീസ് സംവിധാനത്തെ അയക്കുകയോ അല്ലെങ്കിൽ മറ്റ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുകയോ ഒന്നും DMK സർക്കാരുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അദ്ദേഹം പറയുന്നത് ഇത് വിജയുടെ പാർട്ടിയുടെ മാത്രം ഒരു വിഷയമല്ല. ഇപ്പോൾ തമിഴ്നാട്ടിലെ പ്രമുഖ പ്രതിപക്ഷ പാർട്ടി എന്നത് AIADMK ആണല്ലോ. AIADMK ഇത്തരം സമ്മേളനങ്ങൾ നടത്തുമ്പോഴും അവിടെ പോലീസ് ഉണ്ടാകില്ല, അവിടെ വൈദ്യുതി ഉണ്ടാകില്ല, വെളിച്ചം, വെള്ളം ഇതൊന്നും ഈ സർക്കാർ നൽകുന്നില്ല. ഇത് വളരെ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണമാണ് എടപ്പാടി പളനിസ്വാമിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിനെ പോലീസിൻ്റെ ഒരു ഇടപെടലോ അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളുടെ ഒരു ഇടപെടലോ ഒന്നും തന്നെ നടക്കുന്നില്ല. അത് രാഷ്ട്രീയമായ വലിയൊരു വിഷയം തന്നെയാണ്. പക്ഷേ അത്തരത്തിൽ AIADMK ഉന്നയിക്കുന്ന വിഷയം നേരത്തെ ഉണ്ടായ രാഷ്ട്രീയ സമ്മേളനങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയാണ്. എന്നാൽ ആ വിഷയവുമായി ബന്ധപ്പെടുത്തി പരിശോധിക്കുമ്പോൾ അത്തരമൊരു വീഴ്ചയല്ല അല്ലെങ്കിൽ അത്തരമൊരു നീക്കം അല്ല ഈ വിജയുടെ വിഷയത്തിൽ അല്ലെങ്കിൽ ഇന്നലെ നടന്ന സംഭവത്തിലുണ്ടായത് എന്ന് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. കാരണം കേവലം 10,000 പേർ മാത്രമായിരിക്കും എത്തുക എന്ന ഒരു കത്ത് നൽകിയിരിക്കുന്നു. പക്ഷേ അവിടെ പോലീസിൻ്റെ വീഴ്ചയുണ്ട്. ആ പോലീസിൻ്റെ വീഴ്ച ഗുരുതരമായ വീഴ്ച തന്നെയാണ്. കാരണം നമുക്കറിയാവുന്നതാണ്, നാമക്കല്ലിൽ പരിപാടി കഴിഞ്ഞ് നാമക്കല്ലിലുള്ള ജനങ്ങൾ മുഴുവനും ഈ ആരാധക വൃന്ദം മുഴുവനും ഒഴുകിയെത്തുന്നൊരു സാഹചര്യം ഉണ്ടാകുമ്പോൾ അവരെ കൃത്യമായി മാനേജ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അത് മുൻകൂട്ടി കാണുന്നതിനോ ഉള്ള ഉത്തരവാദിത്വപരമായ നീക്കമുണ്ടായില്ല എന്നൊരു ഗുരുതരമായ വീഴ്ച പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട്. എങ്കിൽ കൂടി പോലീസിനെ അറിയിച്ചിരുന്നത് 10,000 പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടി നടക്കുമെന്നാണ്. 10,000 പേർ മാത്രം പങ്കെടുക്കുന്ന ഒരു പരിപാടിയിൽ എന്തിനാണ് ഇത്തരത്തിൽ 10,000 നടക്കുന്ന പരിപാടിയിൽ അതിനാവശ്യമായ പോലീസ് സംവിധാനമാണ് താങ്കൾ ഒരുക്കിയത് എന്ന ഒരു രക്ഷപ്പെടാനുള്ളൊരു വഴിയാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഇക്കാര്യത്തിൽ ഉണ്ടാവുകയും ചെയ്തത്. അത് വലിയൊരു ഗുരുതരമായൊരു വീഴ്ചയായി തന്നെ നമുക്ക് മനസ്സിലാക്കാനും സാധിക്കുന്നുണ്ട്. അതേസമയം അത് കൈകാര്യം ചെയ്യുന്നതിൽ വീഴ്ച വന്നു എന്നൊരു യാഥാർത്ഥ്യം തന്നെയാണ്. മാത്രമല്ല നമുക്കറിയാവുന്നതാണ്, 25-ാം തീയതിയാണ് ഇത് സംബന്ധിച്ച് ഇങ്ങനെ ഒരു പരിപാടി നടക്കുന്നു. ആ പരിപാടിയിൽ 10,000 പേർ മാത്രം പങ്കെടുക്കുമെന്ന് ഒരു കത്ത് ജില്ലാ കളക്ടർക്ക് നൽകുന്നത്, SP ഫോർവേഡ് ചെയ്യുകയൊക്കെ ചെയ്യുന്നത്. ഇത്തരത്തിൽ ജില്ലാ കളക്ടർക്ക് ഈ കത്ത് 2 ദിവസം മുമ്പ് പെട്ടെന്ന് വളരെ ഷോർട്ട് ടേമിൽ തയ്യാറാക്കിയ ഒരു പരിപാടിയുടെ ഭാഗമായി നൽകിയത് അത് പെട്ടെന്ന് അനുമതി ലഭിക്കുന്നതിന് വേണ്ടി ഇത്തരത്തിൽ ആളുകളുടെ എണ്ണം കുറച്ച് കാണിച്ചു എന്ന ഗുരുതരമായൊരു തെറ്റ് അല്ലെങ്കിൽ ഒരു വീഴ്ചയാണ് വിജയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. അതുതന്നെയാണ് ചർച്ച ചെയ്യപ്പെടേണ്ട ഏറ്റവും ഗൗരവമർഹിക്കുന്നൊരു വീഴ്ച അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ വീഴ്ച അതീവ ഗുരുതരമായൊരു വീഴ്ചയെ കൈകാര്യം ചെയ്യുന്നതിൽ അല്ലെങ്കിൽ ആ വീഴ്ച കൃത്യമായും അഭിസംബോധന ചെയ്യേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നതൊരു യാഥാർത്ഥ്യം തന്നെയായി നിലനിൽക്കുന്നു. അതേസമയം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന വീഴ്ചയും ഒരു ഗൗരവതരമായ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്ന ഒരു പ്രശ്നം നിലനിൽക്കുന്നു. സ്വാഭാവികമായും പ്രതിപക്ഷ കക്ഷികൾക്ക് അനുമതി നൽകുന്നതിൽ അത് ഇത്തരത്തിൽ റാലികൾക്കും അത്തരത്തിലുള്ള പൊതുപരിപാടികൾക്കും അനുമതി നൽകുന്നതിനെ കരുതിക്കൂട്ടിയുള്ള ഒരു അലംഭാവം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയും ആ അലംഭാവത്തിൻ്റെ ഭാഗമായി ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയും ചെയ്യുന്നു എന്നും അറിയുന്നു. ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിച്ചത് ഈ വരുന്ന ആളുകൾക്ക് സമാനമായ രീതിയിൽ അവരെ കൈകാര്യം ചെയ്യുന്നതിനുള്ള പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ആ ഒരു റേഷ്യോയിൽ നിയോഗിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. എങ്കിൽ കൂടി അത്തരത്തിലൊരു കൃത്യമായ ഇടപെടൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. എന്ത് തന്നെയായാലും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മാത്രമല്ല അത് ജുഡീഷ്യൽ കമ്മീഷൻ്റെ ടേംസ് ഓഫ് റെഫറൻസ് വരുമ്പോൾ അല്ലെങ്കിൽ ആ ടേംസ് ഓഫ് റെഫറൻസിൽ ഇന്ന കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഒരുപക്ഷേ സുപ്രീം കോടതി പറയാനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. ഒരുപക്ഷേ ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ ഇടപെടൽ നടക്കുമ്പോൾ തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ മറുപടിയും അതായിരിക്കും. തമിഴ്നാട് ഗവൺമെൻറ്റിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിൽ സുപ്രീം കോടതിയിൽ അത് പറയുക ജുഡീഷ്യൽ കമ്മീഷനെ എൻക്വയറിക്കായി നിയോഗിച്ചിട്ടുണ്ട് എന്നാണ്. അപ്പോൾ ജുഡീഷ്യൽ കമ്മീഷൻ്റെ റിപ്പോർട്ട് വരിക എന്നത് സുപ്രീം കോടതിയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രധാന കാരണം കൂടിയാണ്, പ്രധാന വിഷയം കൂടിയാണ്. ഇത്തരത്തിലൊരു വലിയ രാഷ്ട്രീയ നൈതിക ചർച്ചകളിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു. മനുഷ്യജീവന് വിലയില്ലാതെ മനുഷ്യജീവനെ പരിഗണിക്കാതെ ഉള്ള രാഷ്ട്രീയ പ്രവർത്തനത്തെ കൃത്യമായി ചോദ്യം ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അത് രാഷ്ട്രീയമായും അതുപോലെ തന്നെ സാമൂഹികമായും നൈതികമായും ചോദ്യം ചെയ്യുന്നൊരു നിലയിലേക്ക് കാര്യങ്ങൾ ചെന്നെത്തുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും മരണസംഖ്യ ഉയരാനുള്ള സാധ്യത, ദുരന്തത്തിൻ്റെ വ്യാപ്തി വർദ്ധിക്കാനുള്ള സാധ്യത കൃത്യമായും മുൻകൂട്ടി കണ്ടുകൊണ്ട് അല്ലെങ്കിൽ അത് കണക്കാക്കിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല എന്നൊരു പ്രശ്നം നിലനിൽക്കുന്നു. അതുപോലെ തന്നെ ഈ മരണസംഖ്യ വർദ്ധിക്കാനുള്ള സാഹചര്യം നിലനിൽക്കുന്നു എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഗൗതം. സൈസൺ, ഒപ്പം മറ്റൊരു വിഷയം കൂടി ഈ ഘട്ടത്തിൽ ചർച്ച ചെയ്യേണ്ടത് ഈ കഴിഞ്ഞ ആഴ്ചയിലാണല്ലോ തമിഴ്നാട് ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതിയിൽ ഈ വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ റാലി സംബന്ധിച്ചുള്ള ഒരു ഹർജി വരുന്നത്. അതായത് ആ ഘട്ടത്തിൽ ഇത്തരം റാലികൾ നടത്തുമ്പോൾ നേതാക്കന്മാർ
പാലിക്കേണ്ട ചില മര്യാദകളെ പറ്റി അല്ലെങ്കിൽ പാലിക്കേണ്ടതായ ചില മാർഗനിർദ്ദേശങ്ങളെ പറ്റിയൊക്കെ ഹൈക്കോടതി തന്നെ വിജയ്ക്കും വിജയുടെ പാർട്ടിയായിട്ടുള്ള തമിഴക വെട്രിക്കഴകത്തിനും മാത്രമല്ല തമിഴ്നാട്ടിലെ മറ്റ് രാഷ്ട്രീയ നേതാക്കൾക്കെല്ലാം ഒരു നിർദ്ദേശം എന്ന നിലയിൽ ഹൈക്കോടതി ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നു. ഇത്തരത്തിൽ വലിയ ജനക്കൂട്ടം ഉണ്ടാവുകയാണെങ്കിൽ നേതാക്കന്മാർക്ക് അതിൻ്റെ ഉത്തരവാദിത്തം ഉണ്ടാകണം. ഒരു കാരണവശാലും ജനക്കൂട്ടം അസാധാരണ നിലയിൽ പെരുമാറുന്ന നിലയിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിക്കരുത്. അത്തരം നിർദ്ദേശങ്ങളൊക്കെ പറഞ്ഞ് ഒരാഴ്ച കഴിയുന്ന ഘട്ടത്തിലാണ് കരൂരിൽ ഈ വിജയുടെ ഈ ഒരു റാലി മുഴുവൻ മാർഗനിർദ്ദേശങ്ങളും ലംഘിച്ചുകൊണ്ട് നടത്തിയിരിക്കുന്നത്.